നമസ്തേ. ഇന്ന് നമ്മൾ 30/5/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത്. ഇടയ്ക്ക് ഈ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് മുടങ്ങുന്നുണ്ട്, അറിയാം. കുറച്ച് നാളായിട്ട് കുറച്ച് കാര്യങ്ങളുടെ പുറകെ ആയതുകൊണ്ടാണ് ആ മുടക്കം വരുന്നത്. ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് വരുന്ന മുടക്കമാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. എന്നാലും ഇനിയും ഇടയ്ക്ക് ചിലപ്പോൾ 1-2 ദിവസം കൂടെ ഇങ്ങനെ മുടങ്ങാം. എങ്കിലും അത് കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നതാണ് എനിക്ക് പ്രചോദനം കിട്ടുക. എന്താണ് കാണുന്നില്ലല്ലോ എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിളി ഇത് വീണ്ടും ചെയ്യാൻ വേണ്ടി പ്രചോദനം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം. ഇപ്പോൾ പലരും മെസ്സേജായിട്ട് ചോദിക്കുന്നു, അതേപോലെ തന്നെ പലരും വിളിച്ച് തന്നെ ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇത് ചെയ്യുന്നതിന് വളരെ പ്രയോജനപ്രദമാണ്. പിന്നെ അതേപോലെ നമുക്ക് ഫലത്തിലേക്ക് വരാം, അതിനുശേഷം വരാം. 30/5/2025 വെള്ളിയാഴ്ച ചിങ്ങം ധനു രാശിക്കാർക്ക് ശുഭവും, മേടം തുലാം കുംഭം രാശിക്കാർക്ക് മധ്യമവും, ഇടവം കർക്കിടകം മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്കൊന്ന് ഒരു കമൻറ്റിൽ ചോദിച്ചു, 7:30 ശനികാലത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ ദോഷം വരിക എന്നാണ്, എപ്പോഴാണെന്നാണ്. അങ്ങനെയല്ല. 7:30 ശനികാലമുള്ള 7.5 വർഷക്കാലവും ശനിയുടെ ദോഷം സാങ്കേതികമായി നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. അത് ഏത് സമയത്താണ് കൂടുതൽ ദോഷം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഓരോ ഭാവത്തിലേക്ക് സഞ്ചരിക്കും. 12-ൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ ദോഷം, അതേപോലെ ചന്ദ്രലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ ദോഷം, 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ ദോഷം. ഇത് ലഗ്നാലും ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദോഷഫലം അതനുസരിച്ച് കൂടും. അപ്പോൾ അത് ജാതക പരിശോധനയിലൂടെയാണ് എപ്പോഴാണ് കണ്ടകശനിയുടെ കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കാൻ കഴിയൂ എന്ന് പറയാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും കണ്ടകശനിയുടെ ദോഷങ്ങൾ ജാതകത്തിൽ ശനി അനുകൂല ഭാവത്തിലല്ലെങ്കിൽ 7.5 വർഷവും 7.5 ശനിയുടെ ദോഷങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതാണ് അതിനുള്ള മറുപടി. ഇനി നമുക്ക് ആ ഒരു കമൻറ്റിനുള്ള മറുപടി ആയല്ലോ. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ എനിക്ക് പറയാനായിട്ടുണ്ടായതുള്ളൂ. വേറെ കാര്യമായിട്ട് ഉള്ള കമൻറ്റുകളില്ല. ഇനി നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റോ ഷെയറോ ഒക്കെ ചെയ്യുക. ഒരു സ്റ്റിക്കറാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലാണ് അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. വ്യക്തിപരമായ ഫലങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിലും വ്യക്തിപരമായ ഒരു ഫലം കണ്ട് ചോദിച്ചിരുന്നു. അതിന് മറുപടി പറയാൻ പ്രയാസമാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ വേണം. വ്യക്തിപരമായ ഫലങ്ങൾക്ക് ഫീസ് ഉണ്ടായിരിക്കും, അതിനൊരു സംശയമില്ല. ഫ്രീ ആയിട്ട് വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു കാരണവശാലും പ്രായോഗികമല്ല. അങ്ങനെ വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിന് മറുപടി പറയുക എന്നുള്ളത് പ്രായോഗികമായിരിക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ചോദിക്കുന്നതിനും കമൻറ്റ് ഇടുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. വ്യക്തിപരമായ ഒരു ചോദ്യങ്ങൾ, പൊതുവായ ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ 7.5 ശനി എത്ര കൊല്ലം, ഏതാണ് ദോഷമുണ്ടാകുന്നത് എന്നുള്ളൊരു പൊതു ചോദ്യമാണ്. അത് അദ്ദേഹത്തിന് മാത്രം വരുന്ന, ചിലപ്പോൾ അദ്ദേഹത്തിന് 7 ശനി ആയിരിക്കാം, എങ്കിൽ പോലും അതൊരു പൊതു ചോദ്യമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. അല്ലാണ്ട് അത് വ്യക്തിപരമായ ചോദ്യങ്ങളായി ഗണിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ രാശിയുടെയും വിശദമായ ഫലങ്ങളിലേക്ക് വരാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും 30/5/2025 വെള്ളിയാഴ്ച. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസത ഉണ്ടാവും, സംശയം ഉണ്ടാവും, പ്രതിരോധ ശക്തിയൊക്കെ കുറയുന്ന സമയമാണ്. എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാലും പിതൃസ്ഥാനീയർ അത്ര
അങ്ങോട്ട് അനുകൂലമായിരിക്കില്ല. എങ്കിലും പൊതുവെ രണ്ടുപേരും അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരതയോട് കൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നും. പക്ഷെ പലപ്പോഴും അത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ മേടൻ രാശിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത മേടക്കൂറുകാർക്കുണ്ടാകുന്ന സമയമാണ്. എടുത്തുചാട്ടം ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എന്നാലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് മേടൻ രാശിക്കാർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും മാറ്റം ഉണ്ടാക്കാനായിട്ട് വാക്കുകൾ നിങ്ങളെ സഹായിക്കും. ഒന്നുകൂടെ വാക്കുകൾ ശ്രദ്ധിക്കാനും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നേട്ടങ്ങൾ വാക്കുകൾ മൂലം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മക്കൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മക്കളുമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ഏഴരശ്ശേരി കാലഘട്ടമാണ്. അതിൻ്റെ പ്രയാസങ്ങൾ പൊതുവെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതേപോലെ കേതുവിൻ്റെ മാറ്റവും അത്ര അനുകൂലമല്ല. അപ്പോൾ ശനിമാറ്റം, കേതുമാറ്റം, വ്യാഴമാറ്റം ഇതൊന്നും തന്നെ വ്യാഴം ഒക്കെ ചെറിയ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാഴമാറ്റമൊക്കെ അനുകൂലമല്ല. അപ്പോൾ പൊതുവെ അതെല്ലാം ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ വ്യാഴമാറ്റം അത്രയും കുഴപ്പമില്ല. 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതാണ്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ അത്ര അനുകൂലം അല്ലെങ്കിലാണ് ദോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്കിലും ശനിയുടെ മാറ്റം വളരെ ദോഷമാണ്. കേതുവിൻ്റെ മാറ്റം വളരെ ദോഷമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ഇടവം രാശി. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. മനസ്സും അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവ് പൊതുവെ ഉണ്ടാവും. അലസത ഉണ്ടാവും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ പൊതുവെ ഇടവൻ രാശിക്കാർക്ക് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ രാഹുകേതുക്കളുടെ മാറ്റം അത്ര അനുകൂലമൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ജാതകത്തിൽ അത് അനുകൂലമായ സ്ഥലത്തല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്യുക. പ്രധാനമായിട്ട് നാമം ജപിക്കുക എന്നുള്ളത് വളരെ പ്രധാന കാര്യമാണ്. ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ഇടവരാശിക്കാർ ശ്രദ്ധിക്കുക. മിഥുനം മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ 3/4 ഭാഗം. മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. പക്ഷേ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മനസ്സിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്പമൊക്കെ ശാന്തമാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ആ ദോഷങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സിൻ്റെ ആ ശക്തി മിഥുന രാശിക്കാരെ സഹായിക്കും. പക്ഷേ ജാതകത്തിൽ മനസ്സിന് അധീനമായ ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഈ ഫലം അത്ര കൃത്യമായി കിട്ടിക്കൊള്ളുന്നില്ല. മിഥുന രാശിക്കാർക്ക് നല്ല ദോഷമുണ്ടാകുകയും ചെയ്യും. ആരോഗ്യ അനുകൂലമല്ല. അതേപോലെ വാക്കുകളും അത്ര അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകും. അലസത ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. പ്രതിരോധ ശക്തി കുറവുണ്ടാവും. സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. എടുത്തുചാട്ടം മൂലം ചില പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടും. ദേഷ്യം
വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു ദിവസമാണിത്. ജീവിത പങ്കാളിയും മക്കളും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിലും മനസ്വസ്ഥത കുറയുന്ന ദിവസമാണ്. തൊഴിൽ മേഖലയിൽ മനസ്വസ്ഥത കുറയുന്ന ദിവസമാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും മനസ്വസ്ഥത വളരെ കുറയുന്ന ഒരു ദിവസമാണ് മിഥുനം രാശിക്കാർക്ക്. എല്ലാ കാര്യങ്ങളും അനുകൂലമല്ലാത്തതാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈശ്വര അധീനം ഉണ്ടാക്കാനും വേണ്ടി ശ്രമിക്കണം. നന്നായി നാമം ജപിക്കണം. ധർമ്മദൈവത്തെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടദേവതയിലൊക്കെ അവരുടെയൊക്കെ നാമജപമാകാം, ക്ഷേത്ര ദർശനമാകാം. യഥാശക്തി വഴിപാട് യഥാശക്തിയാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കഴിവനുസരിച്ചൊക്കെ ചെയ്ത് ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക. നേർന്നൊന്നുമിടണ്ട, സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരത്തോട് മുന്നോട്ട് പോയാൽ ഈ ദിവസം വലിയ ദോഷം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം ആയിരിക്കും ഇത്. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. എന്നാൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. പിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലർജി സംബന്ധമായ അസുഖങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന ജലദോഷം, അതുപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടങ്ങളുണ്ടാകും. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് മനസ്വസ്ഥത കുറയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കുറിവ് പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹുകേതുക്കളുടെ മാറ്റം ലഹരി പദാർത്ഥ ഉപയോഗത്തിന് അവർക്ക് അത്ര അനുകൂലമല്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്ക് പൊതുവെ ഗുണകരമായ ദിവസമാണ്. മനസ്സും ശരീരവും ഒക്കെ അനുകൂലമാണ്. ഒരാത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പൊതുവെ ഒരു ഐശ്വര്യമൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ചിങ്ങൻ രാശിക്കാർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരൊക്കെ ആയിട്ട് കലഹമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. പക്ഷേ തൊഴിൽ മേഖലയിൽ ചില ശത്രുതാപരമായ സമീപനമൊക്കെ പലരിൽ നിന്നും ഉണ്ടാകാം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിരാശി, കന്നിരാശിക്ക് കഠിനദോഷമുള്ള സമയമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. അലസത ഉണ്ടാവും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. പക്ഷെ കടബാധ്യതയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഇതിനെ കുറയ്ക്കാനായിട്ട് കഴിയും. വളരെ വായ്പയൊന്നും വാങ്ങാനൊന്നും അനുകൂലമായൊരു സമയമല്ല. കടമെടുക്കാനുള്ള അനുകൂലമായ സമയമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി കുറച്ച് തുക മാത്രം കടമെടുക്കാനൊക്കെ പ്രത്യേകം കന്നിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമല്ല. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും. തൊഴിൽ രംഗത്തും അത്ര മേന്മയല്ല. സഹപ്രവർത്തകരൊന്നും അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് തൻ്റെ കുടുംബദേവതയുടെ പ്രീതി വരുത്താനായിട്ട് കന്നിരാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം.
ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സിനും ശരീരത്തിനും അത്ര മേന്മയുള്ള ദിവസമല്ല. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. പ്രധാനമായിട്ട് ഒരു അലസതയായിരിക്കും ഉണ്ടാകുക. ആരോഗ്യം അത്ര അനുകൂലമല്ല. പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരു അഭിപ്രായ സ്ഥിരത ഈ ദിവസം ഒരു കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത, അലർജി സംബന്ധമായ രോഗങ്ങൾ, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ഭൂമി സംബന്ധമായുമൊക്കെ സഹോദരങ്ങളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളിലെയും മറികടക്കാനായിട്ട് കഴിയും. അപ്പോൾ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ച പല പ്രശ്നങ്ങളെയും വേണ്ട രീതിയിൽ നേരിടാനും കഴിയും. വളരെ സൗമ്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മുൻകോപവും ചില കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയെ കാണുന്നു. അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായ ദിവസമാണ്. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ധനപരമായ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും ഇത്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ടം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യമാണെങ്കിലും മനസ്സാണെങ്കിലും അനുകൂലമായിരിക്കില്ല. ഒരു പ്രതിരോധ ശക്തി പൊതുവെ കുറവ് അനുഭവപ്പെടും. അതേപോലെ ആസ്മ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, മാനസിക അസ്വസ്ഥതകളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. കടബാധ്യത മനസ്സിന് പല പ്രയാസങ്ങളും ഉണ്ടാക്കും. അതുമായി ബന്ധപ്പെട്ട ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങളും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷെ മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃശ്ചികം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് മേന്മയുള്ള ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലം അല്ലെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ പിതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. ആരോഗ്യം മേന്മയുള്ളതല്ല. ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിൽ പൊതുവേ ഒരു ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത ചില സമീപനങ്ങൾ ഉണ്ടാകും. അത് മനസ്സിലാക്കി ഈ ദിവസത്തെ സമീപിക്കുക. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് അത്ര അനുകൂലമല്ല. കഠിന ദോഷമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഈ ദിവസം. അതുകൊണ്ട് ഈ ദിവസം പൊതുവെ അനുകൂലമാക്കാനൊക്കെ കഴിയും. എങ്കിലും ആരോഗ്യം അനുകൂലമല്ല. പൊതുവേ ഒട്ടും തന്നെ ആരോഗ്യകാര്യത്തിൽ മേന്മയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. പിതർ സ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ മാതൃസ്ഥാനീയർ പൊതുവേ അനുകൂലമായിരിക്കും. എങ്കിലും അത്ര അനുകൂലമല്ലാത്ത ദിവസം തന്നെയായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, മറ്റുള്ളവരുമായി കലഹം, ഇതൊക്കെ മകരരാശിക്കാർക്ക് സാധ്യതയുണ്ട്. മകരക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കൾ ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ
ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥരൊന്നും തൊഴിൽ മേഖലയിൽ അനുകൂലമായിരിക്കില്ല. തമ്മിൽ കിട്ടേണ്ട ചില അംഗീകാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് കാണേണ്ടതായി വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥം മകരരാശിക്കാർ ഉപയോഗിക്കരുത്. കുറേ കാലത്തേക്ക് അനുകൂലമല്ലാത്ത സമയം ആണ്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശി. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല, മനസ്സും അത്ര അനുകൂലമല്ല. എങ്കിലും ബാക്കി നോക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ, ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥത സമാധാനമൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. അതേപോലെ രാഹുകേതുക്കളുടെ മാറ്റം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കാം. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് മനസ്സ് പൊതുവെ അസ്വസ്ഥമായിരിക്കും. ദോഷകരമായ ദിവസം തന്നെയാണ്. മനസ്സ് പൊതുവെ അസ്വസ്ഥമായിരിക്കും. അതേപോലെ എന്നാൽ ശരീരാരോഗ്യം പൊതുവെ മേന്മയുള്ളതായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറച്ച് കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല. ശ്രദ്ധിക്കുക. ഇത് പൊതുവേ ഉള്ള ഒരു ഫലമാണ് നിങ്ങളുടെ. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതനുസരിച്ച് ആ ദിവസത്തെ മനസ്സിരുത്തി ശ്രദ്ധയോടെ ആ ദിവസത്തെ സമീപിച്ചാൽ ദോഷങ്ങളൊക്കെ അകറ്റി മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമജപം വളരെ പ്രധാനമാണ്. ദോഷങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ കഠിന ദോഷമൊക്കെ പറഞ്ഞിട്ടുള്ള രാശിക്കാർ, അവർ ഇഷ്ടദേവതയെ നന്നായി ജപിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മദൈവത്തെ നന്നായി, ധർമ്മദൈവം, മൂലകുടുംബം, കുടുംബക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. ഇത് നന്നായി ജപിക്കുക, ഇഷ്ടദേവതയെ ആരാധിക്കുക, നാമജപം മുടക്കാതിരിക്കുക, കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. വഴിപാടുകളൊന്നും ആരും നേർന്നിടണ്ട, അതൊന്നും അത്ര നല്ലതല്ല. വഴിപാടുകൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. കാരണം വഴിപാടുകൾ നേർന്ന് എനിക്ക് ഇന്നത് തന്നാൽ നിനക്ക് ഞാൻ ഇന്നത് തരാമെന്ന് പറഞ്ഞ് കൂലിക്ക് നിൽക്കുന്ന ആളൊന്നും അല്ല ഭഗവാൻ എന്ന ഉത്തമമായ ബോധം നമുക്കുണ്ടാവണം. ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഈ നേർന്നിടലും എനിക്കത് തന്നാൽ നിനക്കിത് തരാം, അത് തന്നില്ലല്ലോ അതുകൊണ്ട് ഞാനിത് തരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മുടെ ഭക്തി വികലമായിട്ടുണ്ട്. അങ്ങനെ വികലമായ ഭക്തിയാകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രയോജനം കിട്ടില്ല. കാരണം ഭഗവാൻ അങ്ങനെ കൂലിക്കൊന്നും ചെയ്യില്ല. നമ്മളുടെ സമർപ്പണ ഭാവത്തിൽ സന്തുഷ്ടമായാണ് ഭഗവാൻ നമ്മളുടെ അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് നമ്മളുടെ സമർപ്പണം ഭഗവാന്റെ മുന്നിലേക്ക് കൊടുക്കുക. കയ്യിൽ ധനമൊന്നുമില്ലെങ്കിൽ അതൊന്നും സമർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നമ്മെ സമർപ്പിക്കാം, നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ മനസ്സിനെ തന്നെ സമർപ്പിച്ചാൽ മതി, ഈശ്വരൻ വേണ്ടത് നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഭഗവാന്റെ മനസ്സ് സമർപ്പിക്കുക. ആ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ ദിവസം ഉണ്ടാകേണ്ട ദോഷത്തിന് 50% പോലും നിങ്ങൾ അനുഭവിക്കില്ല. കാരണം നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.